എനിക്ക് ഏറെ പ്രിയപ്പെട്ട എൻ്റെ മനസ്സിന് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു ബോംബെ പോസിറ്റീവ്. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും അവസാനം എൻട്രി ചെയ്ത ഒരു ടെക്നീഷ്യനാണ് ഈ സിനിമയിലേക്ക്. പക്ഷേ എനിക്കെന്തോ ഇതിലെ പാട്ടുകൾ ചെയ്യാൻ അവർ തന്ന സ്പേസ് വളരെ വലുതായിരുന്നു. ഞാൻ എന്താ പറയുക, എനിക്ക് ആഗ്രഹമുള്ള രീതിയിലുള്ള കമ്പോസിഷൻസ്, എനിക്ക് ആഗ്രഹമുള്ള രീതിയിലുള്ള മ്യൂസിക് പ്രൊഡക്ഷൻസ്, എൻ്റെ ഈവൻ അവസാനത്തെ മിക്സിംഗ് മാസ്റ്ററിംഗ് വരെയുള്ള എല്ലാ പ്രോസസ്സിലും എനിക്ക് കുറച്ച് കളികൾ കളിക്കാനും എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ചെയ്യാനും എനിക്ക് പേഴ്സണലി കേട്ടോ, നീ കേൾക്കുന്നവരിനി ഇതാണോ നീ പറഞ്ഞത്ര വലിയ ഡീറ്റെയിലിംഗ് ചോദിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി വളരെയധികം സ്നേഹത്തോടെ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു. അതുകൂടാതെ കുറച്ച് നാൾക്ക് ശേഷം വിജയ് യേശുദാസ് എനിക്ക് ഒരു ജീവിതം നൽകിയ സിനിമ ജോസഫാണ്. അറിയാം, എൻ്റെ ആദ്യ സിനിമ. അപ്പൊ അതുകൊണ്ട് തന്നെ ജോസഫില് എൻ്റെ സംഗീതത്തിന് ഏറ്റവും ഇഴുകിച്ചേർന്ന് നിന്നത് വിജയിന്റെ ശബ്ദമാണ്, വിജയ് യേശുദാസിന്റെ ശബ്ദമാണ്. അപ്പൊ വിജയ് ചേട്ടൻ ഒരു ബ്രേക്കിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഒരു പാട്ട്, അതാണ് ഇന്ന് ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു, തൂമഞ്ഞു പോലെ കൺപീലി എന്ന പാട്ട്. ആ പാട്ട് എഴുതിയതും ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള BK ഹരിനാരായണനാണ്. ഈ പറഞ്ഞ പോലെ കണ്ടെത്താ ദൂരം നീ മായെന്നും, അല്ലെങ്കിൽ കരിനീല കണ്ണുള്ള പെണ്ണു, വീരനാഥനെ, അല്ലെങ്കിൽ കാവലിലെ എന്നോമൽ നിധിയല്ലേ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഹരിയുടെ കൂടെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ട് കൂടെ ഒരു കോമ്പിനേഷൻ വീണ്ടും വർക്കൗട്ടായ ഒരു പാട്ടാണ് തൂമഞ്ഞു പോലെ കൺപീലി എന്ന് പറഞ്ഞ പാട്ട്. ആ പാട്ടാണ് ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ ഐഡിയ സ്റ്റാർ സിംഗറിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നതാണെന്ന് പലർക്കും അറിയുമായിരിക്കാം. അപ്പോൾ ഞാൻ സ്റ്റാർ സിംഗറിൽ ഗസ്റ്റ് ആയിട്ട് പോകാനൊരു ഭാഗ്യം ലഭിച്ചു. കഴിഞ്ഞ വർഷം ചിത്രേച്ചിയുടെ അടുത്തേക്ക് ജഡ്ജ് ചെയ്യാനൊരു ഭാഗ്യം ലഭിച്ചു. ആ സമയത്ത് ഞാൻ കേട്ട കുറേ ശബ്ദങ്ങളിൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ശബ്ദം ഉണ്ടായിരുന്നു. ആ കുട്ടി പാടിയ ശേഷം ആ കുട്ടിയുടെ ചില അവസ്ഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്നെ തന്നെ ആ കുട്ടിയിൽ കാണാൻ സാധിച്ചിരുന്നു. എൻ്റെ ചൈൽഡ്ഹുഡും ഞാൻ വന്ന വഴികളും ആ കുട്ടിയിൽ എനിക്ക് കാണാൻ സാധിച്ചിരുന്നു. ആ കുട്ടിയുടെ പേര് ഋതിക സുധീർ എന്നാണ്. അപ്പൊ ഋതികയെ ഞാൻ ഈ സിനിമയിൽ അവിടെ വെച്ച് ഞാൻ വാക്ക് കൊടുത്തു. ഏത് പാട്ടാണോ ഏത് സിനിമ എന്നൊന്നും പറഞ്ഞില്ല, ഋതികയെ ഞാൻ എൻ്റെ അടുത്ത പടത്തിൽ പാടിക്കും എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. വെരി നെക്സ്റ്റ് മൂവി ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചത് ബോംബെ പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പടത്തിൽ വിജയന്റെ കൂടെ ഋതിക നമ്മൾ പാടിച്ചു. ഋതിക ഇവിടെ വന്നിട്ടുണ്ട്. ഋതിക നല്ലൊരു കൈയ്യടി കൊടുക്കണം, വിളിക്കാം. അപ്പൊ ഋതിക വളരെ ഗംഭീരമായിട്ട് അത് പാടി തരുകയും ചെയ്തു. അപ്പോൾ ഋതിക, താങ്ക് യു സോ മച്ച്. മോൾക്ക് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ഇനി ഒരുപാട് പാട്ടുകളും സിനിമകളും നമുക്ക് കിട്ടട്ടെ നമ്മൾ ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഈ ബോംബെ പോസിറ്റീവ് ടീം എന്നെ ഈ സിനിമയിലേക്ക് എൻട്രിപ്പിക്കുന്നത് ഉണ്ണിയാണ്. ഉണ്ണിയെന്ന് എനിക്ക് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല, എവിടേക്ക് വെച്ച് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഉണ്ണി എനിക്ക് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉണ്ണി ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമ്മൾ ഡൗൺ ആയിട്ട് ഇരിക്കേണ്ടി വന്നു ചിലപ്പോൾ ഒരു ഷർട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരും, നല്ല ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരും. അങ്ങനെയൊക്കെയുള്ള നമ്മളെ ഒന്ന് മൂഡാക്കി എടുക്കുന്ന ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു മച്ചാനാണ് ഉണ്ണി. അപ്പോ ഉണ്ണിക്ക് വേണ്ടി നല്ല പാട്ടുകളും കൂടെ ചെയ്യാൻ പറ്റും. കാരണം ഉണ്ണി ഇങ്ങനെ പുറകെ ഉണ്ട് പാട്ട് കിട്ടാനായിട്ട്. നല്ല പാട്ട് വന്നില്ല, ബീറ്റ് വന്നില്ല, കുറച്ചും കൂടെ ഹെവി ആകണം, കുറച്ചും കൂടെ ബീറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ ഉണ്ണി പുറകെയാണ്. അതേപോലെ വക്കീലായിരുന്നു. പിന്നെ കുറെ കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ വക്കീലിന്റെ ഒരു സഹകരണവും എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. എല്ലാവരും രാജ് സക്കറിയ. അപ്പോൾ രാജ്ഭായിയുടെ ഇൻവോൾവ്മെന്റും വളരെ വലുതായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്യുന്ന സമയത്ത് രാജ്ഭായി വന്ന് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും. അദ്ദേഹം അൻവർ പോലത്തെ സിനിമകളുടെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്ന ഒരു ടീമായിരുന്നു. ആദ്യം തന്നെ ഈ പ്രൊഡക്ഷൻ ടീമിനോട് ഞാൻ വലിയൊരു നന്ദി, ബോംബെ പോസിറ്റീവ് ടീമിനോട് നന്ദി പറയുന്നു. അതുകൂടാതെ എനിക്ക് തോന്നുന്നു സോണി മ്യൂസിക്കിന്റെ സൗത്തിന്റെ ഫസ്റ്റ് മൂവി നമ്മുടെയാണ്. അതൊരു വലിയ കാര്യമായിട്ട് സോണി സൗത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അവർ മലയാളത്തിൽ ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്നത് നമ്മുടെ പടമാണ്. അപ്പോൾ അതിലും ഒരു വലിയ സന്തോഷം. പിന്നെ ഇതിൽ വേറെ പാടിയ ആൾക്കാർ ഹരിശങ്കർ പാടി, കപിൽ പാടി, വിനീത് ശ്രീനിവാസൻ പാടി. പിന്നെ സന്തോഷ് ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സന്തോഷ് വർമ്മ മലയാളത്തിൽ ഏറ്റവും അധികം ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള ഗാനരചയിതാവ്. സന്തോഷ് ചേട്ടനായിട്ടും എനിക്ക് മാളികപ്പുറത്തിലും ഇനി വരാൻ പോണ സുമതി വളവിലും കുറേ നല്ല പാട്ടുകൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആനന്ദ് ശ്രീബാലയിലും ഒക്കെ നല്ല പാട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സന്തോഷ് ചേട്ടൻ എന്നും എൻ്റെ കൂടെ എൻ്റെ പാട്ടിനെ എൻ്റെ സംഗീതത്തിനെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ സന്തോഷ് ചേട്ടൻ ഇതിൽ വരികൾ എഴുതിയിട്ടുണ്ട്, ഹരിനാരായണൻ വരികൾ എഴുതിയിട്ടുണ്ട്, ജോപോൾ വരികൾ എഴുതിയിട്ടുണ്ട്. ഈ മ്യൂസിക് ടീമിനും എൻ്റെ കൂടെ നിന്ന എല്ലാ മ്യൂസീഷ്യൻസിനും ബോംബെ പോസിറ്റീവിന്റെ
പ്രൊഡ്യൂസേഴ്സിനും ഹോൾ ടീമിനും ജീവൻ മേടയിൽ ഡയറക്ടർ ജീവൻ കോട്ടായി, അതുപോലെയുള്ള പുറകെയുള്ള എവ്രി വൺ, ബോംബെ പോസ്റ്റിന്റെ കൂടെ നിന്ന് എല്ലാ ആൾക്കാരോടും നന്ദി അറിയിക്കുന്നു. ഈ പാട്ട് ഇറങ്ങുമ്പോൾ കേൾക്കുക, പാട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക മാക്സിമം. എനിക്ക് തോന്നുന്നത് ഈ മൂവിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പം രഞ്ജിത്ത് ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമാണ്. കാരണം ഒരു ടീം വർക്ക് തന്നെയാണെന്നുള്ളത് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ? അപ്പോ നമുക്ക് ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ട്. അവരെയും നമ്മുടെ ഫിലിമിലെ മെയിൻ ആളുകളെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ച് നമുക്ക് ഓഡിയോ ലോഞ്ച് ചെയ്യാം അല്ലേ? യെസ്, ഓക്കെ. സോ അതൊരു 2 വാക്കൊന്നും പറയൂ. നമ്മളുടെ ബോംബെ പോസിറ്റീവിലെ അംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സോ വളരെയധികം സന്തോഷം. പടത്തിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ ബോംബെ പോസിറ്റീവ് സിനിമ തിയേറ്ററുകളിൽ അത് ഒരു പോസിറ്റീവായി മാറട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഉണ്ണിനെ എനിക്ക് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ അറിയാം. ഏതൊരു വ്യക്തിക്കും ഒരു പ്രൊഡ്യൂസർ ആവുക എന്ന് പറയുന്നത് ഒരു വലിയ അംബീഷനുള്ളൊരു കാര്യമാണ്. അപ്പം ആദ്യമായിട്ട് പ്രൊഡ്യൂസർ ആവുന്ന ഉണ്ണിക്ക് എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള എന്താ പറയുക അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ആശംസ അറിയിച്ചുകൊണ്ടിട്ട്, എസ്പെഷ്യലി എന്നെ രാജസഭയാണ് വിളിച്ചത്. സോ രാജൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇതിൻ്റെ പുറകിലുള്ളതുകൊണ്ടിട്ട് തന്നെ ഈ സിനിമ നല്ല രീതിയിൽ തിയേറ്ററിൽ എത്തിക്കാനായിട്ട് പറ്റും എന്നുള്ള ഒരു ബോധ്യമുണ്ട്. എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് സന്ദീപ് ഏട്ടാ ഒരു 2 വാക്ക് പ്ലീസ്. ഗുഡ് ഈവനിങ്. ഇതുപോലൊരു സിനിമ സംരംഭം ആരംഭിക്കുകയും ബോംബെ പോസിറ്റീവ് എന്ന് പറഞ്ഞ സിനിമ ആരംഭിക്കുകയും ഇതിനിടയിൽ എനിക്ക് തോന്നുന്നു കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പുള്ളിക്ക്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അത് തരണം ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഡ്യൂസ് ബൈ ഉണ്ണികൃഷ്ണൻ എന്ന് എഴുതി കാണിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒട്ടനവധി പെയിൻ ഇതിൻ്റെ പുറകിലുണ്ട്. അതിൻ്റെ അപ്പോൾ അദ്ദേഹത്തിന് 100% ശരിക്കും പറഞ്ഞാൽ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. സിനിമ വഴിയിലിടാതെ ആ സിനിമയെ തിരിച്ച് റിവൈവ് ചെയ്ത് കൊണ്ടുവരിക, അതിനെ ഒരു നല്ല രീതിയിൽ അതിൻ്റെ ടെക്നീഷ്യൻസിനെ എല്ലാം ചേർത്ത് കൊണ്ടുവരിക. എന്നെ ഇവിടെ വിളിച്ചത് രാജാണ്. രാജൻ്റെ പേര് ഇതിൽ കാണുന്നില്ല, പക്ഷെ രാജൻ്റെ ശരീരം പോലെ ഒരു തൂണ് പോലെ ഈ സിനിമയുടെ ഒരു ഭാഗമായിട്ടുണ്ട് എന്നാണ് എനിക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ രഞ്ജനെ പോലെ ഒരു ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു മ്യൂസീഷ്യനാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഹരി ഉൾപ്പെടെ സന്തോഷി ഉൾപ്പെടെ ഉള്ളതിനകത്ത് ലിറിക്സ് ഇത് ചെയ്തിട്ടുണ്ട്. സോ അപ്പം ഇതിൽ ഓരോരുത്തർക്കും ഇതുപോലെ ഈ സിനിമ ഈ പറഞ്ഞൊരു വളരെ പോസിറ്റീവായിട്ട് വളരെ റെസ്പോൺസ് ഉണ്ടാവട്ടെ എന്ന എല്ലാ പ്രാർത്ഥനകളും അഭിനന്ദനങ്ങളും പറഞ്ഞു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ രഞ്ജിത്ത് ചേട്ടന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്, അഭിലാഷ് ചേട്ടാ. അഭിലാഷ് ചേട്ടൻ 2 വാക്ക് സംസാരിക്കാതെ എങ്ങനെ നമ്മൾ ഓഡിയോ ലോഞ്ച് ചെയ്യും? എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ നിന്നോടൊരു നന്ദി പറയാണ്. കാരണം പ്രൊഡ്യൂസർമാരെ വിളിച്ച് കൂടുതൽ എന്നെ വിളിച്ചത് അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ആണല്ലേ ലിസിനയുടെ കോടതിക്ക് ഒരു സന്തോഷം. ചേട്ടാ ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടോ അല്ല അത് തന്നെ നന്നായി. എനിക്ക് വിളിച്ചപ്പോൾ സന്തോഷമായിരുന്നു പറഞ്ഞത്. ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ടാണ്. രഞ്ജിന്റെ വളർച്ച ഏറ്റവും അടുത്ത് നിന്ന് കാണാൻ ഭാഗ്യം ചെയ്ത ഒരാളാണ് ഞാൻ. കാരണം എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അവനൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞാനും കാണുമെന്ന് പറയുന്ന പോലെ അവൻ്റെ എന്ത് ഫംഗ്ഷനും അവിടെ വന്ന് 2 വാക്ക് സംസാരിക്കുമ്പോൾ അവനെ പറ്റി പൊക്കി പറയും, അവനെ പറ്റി ലോകത്തുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അവൻ്റെ പാട്ടുകളിലൂടെ നമ്മളെ അവൻ ഓരോ തവണയും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ ചെയ്ത 6 പടങ്ങളിൽ മ്യൂസിക് ചെയ്തവനാണ്. ഞാനിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സിനിമ ചെയ്യുന്നത് അവനാണ്. അടുത്ത് ഞാൻ കമ്മിറ്റ് ചെയ്ത 2 പടങ്ങളും അഡ്വാൻസ് വാങ്ങിച്ചത് അവൻ തന്നെയാണ്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ കൃത്യമായി അവൻ ഇതൊക്കെ കറക്റ്റായിട്ട് ഞങ്ങൾ ഒത്തുചേരാറുണ്ട്. ഈ സുമതി വളവിൻ്റെ എന്ന സിനിമയുടെ മ്യൂസിക് കമ്പോസിങ് സമയത്ത് 1.5 ദിവസങ്ങളിൽ ഇവനെ കാണാതെ പോകും. അപ്പം ഈ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിളിക്കാടാ പനിയാണെന്നൊക്കെ പറയും. പിന്നീടാണ് ഞാൻ അറിയുന്നത് ആ സമയത്താണ് ഈ ബോംബെ പോസിറ്റീവ് എന്നുള്ള പടത്തിൻ്റെ പാട്ട് 1.5 ദിവസമാണ് ഇവൻ ചെയ്യുന്നത്.
അപ്പൊ എനിക്ക് തമ്മിൽ മാറിപ്പോകും. സുമതിയോടെ പാട്ട് ഏതാണ്, ബോംബെ പോസിറ്റീവിലെ പാട്ട് അദ്ദേഹം കേൾപ്പിച്ചോണ്ട് തന്നെ. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടമായ പാട്ട് ഞാൻ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പാട്ട് ഏതൊരു പാട്ട് ചോദിച്ചപ്പോൾ അത് നമുക്ക് തന്നോടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഉണ്ണി ഓക്കെ പറഞ്ഞ് വെച്ചേക്കുന്നത് പറഞ്ഞു. പക്ഷെ എന്തായാലും തീർച്ചയായിട്ടും ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും ആർട്ടിസ്റ്റുകാരും എല്ലാവരോടും ഓൾ ദി ബെസ്റ്റ്. സിനിമ ലിസ്റ്റിനേടം പറഞ്ഞ പോലെ തന്നെ പേര് വളരെ പോസിറ്റീവായി മാറട്ടെ. അപ്പം ഒരുപാട് പൈസ എൻ്റെ പ്രൊഡ്യൂസർക്ക് കിട്ടട്ടെ. എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹമാണ് പ്രൊഡ്യൂസർമാർക്കൊക്കെ കാശ് കിട്ടണം. ഓക്കെ, അപ്പം ഇങ്ങോട്ട് വിളിച്ചതിന് നന്ദി. രജ അടിപൊളിയായിരിക്കും. പിന്നെ ഇവൻ 8 മണിക്കാണ് ഇവിടെ പരിപാടി തുടങ്ങിയത്. അത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഞങ്ങൾ ആരും ലേറ്റ് ആയിട്ടല്ല, മ്യൂസിക് ഡയറക്ടർ 8 മണിക്കാണ് ഇവിടെ എത്തിയത്. ഞാൻ തമാശയായിട്ട് പലപ്പോഴും പറയാറുണ്ട്, ഇവന്റെ കല്യാണത്തിന് മുഹൂർത്തം 2 തവണ മാറ്റിയായിരുന്നു. കല്യാണത്തിന് അന്ന് ഇവൻ ലേറ്റ് ആയി വന്നവനാ. പിന്നീട് എനിക്ക് ഇപ്പോഴും ഓർമ്മ, ഞാൻ എല്ലാ വേദിയിലും പറയും, ഇവനെ വരുത്തണമെന്നുണ്ടെങ്കിൽ 6 മണി പറയുക, അവൻ 7 മണിക്കൂടെ എത്തിയിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഓഡിയോ ലോഞ്ച് ചെയ്യാം അല്ലേ? യെസ്. സോ സന്തോഷ് വർമ്മ, സന്തോഷ് സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സോ പ്ലീസ് കം ഫോർവേഡ്. സോ ഇപ്പോഴാണ് നമ്മളുടെ ഈ ഈവനിങ്ങിന്റെ ഏറ്റവും മോസ്റ്റ് അവൈറ്റഡ് മൊമെന്റ് ആണ് ഇവിടെ നടക്കുന്നത്. സോ ലിസ്റ്റി ചേട്ടൻ പറയുന്നു കാദർ സർ നന്നായിട്ട് പാടുന്നു. അപ്പൊ നമുക്കൊരു പാട്ട് കൂടി കേൾക്കാം അല്ലേ? കാദർ സർ പ്ലീസ്. ലിസ്റ്റി ചേട്ടൻ റിക്വസ്റ്റ് ആണ്. എന്നാ 2 വാക്ക് പറഞ്ഞാലും മതി. നമ്മളുടെ ബോംബെ പോസിറ്റീവ് മൂവിനെ പറ്റി 2 വാക്ക്. ബോംബെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന റയർ ബ്ലഡ് ഗ്രൂപ്പാണ്. സോ അതുപോലെ ഉള്ളത് മലയാളം ഇൻഡസ്ട്രിയുടെ വൺ ഓഫ് ദ റയർ സിനിമയാവട്ടെ. എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ടു ബ്യൂട്ടിഫുൾ ഫേസ്. ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ആൻഡ് വെരി ഗുഡ് സിംഗർ ആണ്. 2 ടാലന്റഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ലേഡീസ് ആണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ കുറേ കാസ്റ്റ് ആൻഡ് ക്രൂസ് ഉള്ള ഒരു മൂവിയാണ് ഇത്. അപ്പൊ ഈ മൂവിയിൽ ഓൾറെഡി ഉള്ള നമ്മളുടെ മെയിൻ ഹീറോയിൻ ആയിട്ട് ചെയ്തിട്ടുള്ള 2 പേരെ കൂടി ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രഗ്യ പ്ലീസ് കം ടു ദ സ്റ്റേജ് ആൻഡ് നേഹ സക്സീന. നേഹ മാം പ്ലീസ് കം ടു ദ സ്റ്റേജ് ആൻഡ് ഷൈന. Okay, thank you so much Neha ma'am. It's so happy to see you again. Yes. Okay, so നമുക്ക് ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ചു പോവാം. മോക്ഷ, how are you feeling? How are you? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖമായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടം ഇപ്പോൾ. താങ്ക് യു സോ മച്ച് ഉണ്ണി ചേട്ടൻ ഫോർ ഇൻവൈറ്റിംഗ് മീ. രാജ് സർ, I wanted to come because he invited me long back, and yeah, yesterday I came back in Kochi, so I had to come. And I think I started my first Malayalam movie with Ranjit Chetan song, so I'm very happy for Ranjit Chetan. And I think I worked with Santosh sir also. So all the very best to Bombay Positive, to the entire cast and crew, and yeah, very happy. Thank you. Neha ma'am. Yeah, so Ritu മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു സിംഗറാണ്. നമുക്കൊരു പാട്ട്
എങ്ങനെ ഉണ്ടാവും അല്ലേ? നന്നായിട്ട് പാടുന്ന ആളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഇവന്റ് കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ വേണ്ടി ഋതു ചേച്ചി ഒരു പാട്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവർക്കും സുഖമാണോ? താങ്ക് യു മീഡിയ, ഫസ്റ്റ് ഓഫ് ഓൾ വന്നതിനും ഇത്രയും നന്നായിട്ട് നമ്മൾ ബോംബെ പോസിറ്റീവ് ഞങ്ങൾ അവിടെ പറയായിരുന്നു. ഇസ് ഇറ്റ് ബി പോസിറ്റീവ് എന്നാണ് അതിൻ്റെ ലെറ്റ് ഇറ്റ് ബി എ പോസിറ്റീവ് ഫിലിം. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു ഇത് ഇത്രയും മീഡിയാസ് വന്നു. താങ്ക് യു സോ മച്ച് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിന്. അപ്പം ഉണ്ണിച്ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അഡ്വർടൈസ്മെന്റ്സ്, അതായത് മോഡലിംഗ് ചെയ്യുമ്പോൾ തൊട്ട് ഇവരെയൊക്കെ കുറേ വർക്ക്സ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ഹിയർ. ആൻഡ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറേ മുഖങ്ങൾ, ഹാഷിം ഇസ് ദേർ. ഹാഷിം ഇസ് വൺ ഓഫ് മൈ ഫ്രണ്ട്. ഐ ഹേർഡ് ഹാഷിം ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഹാഷിം, ഗുഡ് ലക്ക് മച്ചാനെ. I know that you're gonna rock. Good luck. And the entire cast and crew and musician, Ranjit Raj and Neha ma'am. Like I can't call her ma'am because we all did modeling together in Bangalore and such good time. I'm so proud to see you here and good luck. You're looking very beautiful as usual from Bangalore. Touchwood. And you, good luck. Let it be an amazing film for you. And you also. Good luck. And thank you so much. The entire team. അപ്പോൾ ഞാൻ പാടണോ? ഷുവർ ആണോ? ബിക്കോസ് ഋതിക എന്ത് ഭംഗിയായിട്ടാണ് പാടിയത്. ഐ ഡോണ്ട് വാണ്ട് ലൈക്ക് എനിക്ക് പേടിയാവണോ? ഞാനൊരു കഴിവില്ല. ഋതിക പാടുന്നത് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഋതുമന്ത്ര നല്ലൊരു സിംഗറാണ്. ഞാൻ അത്ര വലിയ സിംഗറൊന്നും അല്ലല്ലോ. ഞാൻ 2 വരി പാടാം. കൈയടിക്കോ? കൈയടിക്കില്ലേ? നമ്മൾ കൈയടിക്കില്ലേ? ഇവരാരും ഒന്നും പറയണില്ല ചേട്ടാ. ഞാൻ പാടണോ? ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട്. ഓക്കെ. കൈയടിയില്ല, ഞാൻ പാടില്ല. കൈയടിച്ചാലേ പാടുള്ളൂ. കൈയടിക്കൂ പ്ലീസ്. യെസ്, ബിക്കോസ് ഐ തിങ്ക് ലൈക്ക് എല്ലാവരും ലേറ്റ് ആയി വന്നോണ്ട് എല്ലാവരും ഓരോ ഉറങ്ങി പോകുന്നോന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, കൈയടിച്ചാൽ പാടാം. തുളിക്കാച്ചലോട് നീരം ഒരു പോർവയ്ക്കുൾ ഇരുന്തൂക്കം കുളുകുളും പൊയ്കൾ ചൊല്ലിയ നൈതൽവാൻ അതു നേരിട്ടും കൂടെ അൻപേ മനമതയെ താൻ എതിർപാർക്കും എങ്കിലും പോകാമൽ നീവേറ്റും ചില സമയം വിളയാടാൻ ഉന്മാടിക്കൊള്ളേ ഞാൻ വീട്ടും വസീകരം നെഞ്ചിരിക ഉൻ പൊന്മടി തൂങ്ങിനാൽ പോതുമതേ കണം എൻ കണ്ണുറങ്ങാൻ ഉൻ ജന്മങ്ങളിൽ ഏകങ്ങൾ തീരും. Thank you so much. Thank you. I hope you guys liked it. Okay, thank you. അത്ര നന്നായിട്ടൊന്നും പാടാൻ പറ്റിയില്ല. ഇഷ്ടമായി വിശ്വസിക്കുന്നു. അപ്പൊ ഗുഡ് ലക്ക്, നന്നാവട്ടെ. അപ്പം സിനിമ ഹിറ്റ് ആവട്ടെ. ഉണ്ണിച്ചേട്ടാ പടങ്ങൾ ഇനിയും കുറെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റട്ടെ. ഞങ്ങൾക്കൊക്കെ വർക്ക് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഗൈസ്. ഹാവ് എ ഗ്രേറ്റ് ഈവനിങ്. ഓക്കെ, താങ്ക് യു. Thank you so much. So, Pragya, hi. I know you are not a Malayali, but media side കുറേ സംസാരിക്കുന്ന കണ്ടിരുന്നു. മലയാളം പറഞ്ഞ മനസ്സിലാവോ? കേട്ടാ മനസ്സിലാവോ? Okay, so how was the experience with Bombay Positive team? So actually ഇതൊരു രണ്ടാമത്തെ പടം. എല്ലാവരും സുഖമല്ലേ? അതൊക്കെ കേൾക്കണം. ഇത് ഒരു വാർത്ത പെട്ടുന്ന മലയാളത്തിൽ തരും. So മികപ്പറ്റ നന്ദി നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുക. And I'm really thankful to the team of Bombay Positive, our director sir, Jeevan sir, producer Unisha sir, and Raj Zakaria. He got me the part of the movie. And our creative director Joshi Vedel. So this entire team, they made a very beautiful project. உங்க எல்லாருக்காக கூடி சீக்கிரமா ரிலீஸ் ஆக போகுது. And best part என்னன்னா இந்த மூவிக்கு எனக்கு லூக் மேனோட வேணு கபூர் சாரோட ஒர்க் பண்ணுறதுக்கு சான்ஸ் கிடைச்சிருக்கு. அதுவும் இல்லாமல் ஜகதீஷ் சாரும் இந்த மூவியில் பாட்டிருக்காங்க. நம்மள நடிக்கல, பட் அவங்களோட குறைப்படம் நான் கண்டுட்டு உண்டு. ஸோ அது ஒரு பெரிய பெரிய சந்தோஷம். And thank you Ranjit sir for making this beautiful song. And actually சவுத் ஸ்டார்டிங்ல வந்தப்போ அப்போதான் இந்த பிரேம மூவி ரிலீஸ் ஆயிடுச்சு. ஸோ எனக்கு மலரி பாட்டு ரொம்ப 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 பிடிக்கும். அண்ட் விஜய் சுதா சருக்கு பாட வச்சிருக்காங்க இந்த படத்தில். ஸோ
you so much, Pragya. You have a big fan base in Kerala. You know that, right? Yeah, kind of. Yeah. Okay. Thank you so much. And Neha ma'am. Yeah. So it's the second time seeing you, and you have that aura every time with you. It's so good to see you again. So Thank you so much. That was a beautiful compliment. Thank you. yeah. So how was the experience with Bombay Positive team? First of all, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. വളരെ വളരെ സന്തോഷം. Everybody is here. To all the media, first of all, a big thanks to come here and to become a part of our beautiful journey. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ പറയാം, ഇറ്റ് വാസ് അടിപൊളിയായിരുന്നു. ഒരു നല്ല കഥയാണ് ഇത്, വിത്ത് എ വെരി ഗുഡ് മെസ്സേജ്. ആൻഡ് ഞാൻ ഈ പടത്തിലെ ഡോക്ടറായിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്യാരക്ടറുടെ പേരാണ് ഡോക്ടർ സാൻഡ്ര തോമസ്. പിന്നെ എന്താ പറയുക, ഉനി, യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. താങ്ക് യു ഫോർ ബ്രിങ്ങിങ് ഓൾ ഓഫ് us together here. ആൻഡ് ജീവനേട്ട ആൻഡ് അജിതേട്ടൻ അടിപൊളി കഥയാണ്. സോ it is something very different. The title itself says Bombay Positive, so we were working very positively on this set and looking forward to a great output later. Thank you. Sure, thank you so much. അതുപോലെ തന്നെ ഈ പേര് പറയുന്ന പോലെ തന്നെ ഒരു പോസിറ്റീവ് മൂവി തന്നെ ആവട്ടെ അല്ലേ? Thank you so much. So, Shaina, what would you like to say? Well, I feel really blessed and thank you so much. Because of Unni and Joshi, I'm here sharing the stage with all the people in this industry. I really am blessed and I hope എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ന്യൂ കമേഴ്സ് ആണ്, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങൾക്ക്. ആൻഡ് മേ ഗോഡ് ബ്ലെസ് us all. താങ്ക് യു സോ മച്ച്. സോ ഇവരുടെ പ്രസൻസിൽ തന്നെ നമ്മുടെ ഋതികയും രഞ്ജിച്ചേട്ടനും പാടി ആ പാട്ടിന്റെ വിഷ്വൽ നമുക്ക് കാണാം അല്ലേ? ഓക്കെ. സുധീരേട്ട മുഖത്തേക്ക് പോലും നോക്കുന്നില്ല, എന്തോ ഉള്ളിൽ എന്തോ പറയാൻ വന്നിരിക്കുന്നുണ്ടല്ലോ സുധീരേട്ട. എന്താണ്? എന്തോ ഉണ്ട് പറഞ്ഞു. നമസ്കാരം. ഡോണ്ട് ആസ്ക് എന്ന്. അല്ല, ഞാൻ ഇവിടെ വന്നപ്പം എൻ്റെ ഇവിടെ പോസ്റ്റ് വെച്ചിരിക്കുന്നത് തലയിനകത്ത് ഞാൻ മുന്നോട്ട് പോസ്റ്റർ എന്നെ തലവയ്ക്കാത്ത ഉണ്ണിയോട് ഉണ്ണി ഇവിടെ എൻ്റെ തലയില്ലാത്തതുകൊണ്ട് ഞാൻ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതിന്റെ സങ്കടം. ഈ സങ്കടം വന്നു. പിന്നെ ഈ സിനിമ ഭയങ്കര വിജയമായി മാറട്ടെ. ഉണ്ണി, രാജശേഖർ, എൻ്റെ രണ്ട് പ്രൊഡ്യൂസർമാർ നെടുത്തുണയായിട്ട് നിൽക്കുന്നു. എന്നെ സിനിമയിലേക്ക് വിളിച്ചത് ജോഷിയും വേണ്ടിയാണ്, എൻ്റെ സുഹൃത്ത്, എൻ്റെ ചങ്ക്. വന്നു, ഒരു 4 ദിവസം വർക്ക് ചെയ്തു, പോയി. ഇവിടെ വന്നു. പിന്നെ നമ്മുടെ ഡയറക്ടർ ജീവൻ ചന്ദ്രൻ, എല്ലാവരും കൂടെ ഈ സിനിമ മനോഹരമാക്കിയിട്ടുണ്ട്. ഭയങ്കര ഒരു ഗംഭീര വിജയമായി മാറട്ടെ. അതിൻ്റെ പാട്ടുകളുണ്ട്, രക്ഷയിലുണ്ട്, അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് വിജയും കുട്ടിയും. ഏതായാലും ഗംഭീരമാവട്ടെ. ഒത്തിരി 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 സ്നേഹം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ അലക്സ്, എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട് ബോംബെ പോസിറ്റീവിൻ്റെ ഭാഗമാകാൻ സത്യം ഓഡിയോസിനെ സാധിച്ചത്. സോ മ്യൂസിക് ഡയറക്ടർ രഞ്ജിൻ രാജ്, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. കൂടുതൽ നല്ല പാട്ടുകൾ ഇനിയും വരട്ടെ. ഒപ്പം തന്നെ ഇതും ഒരുപാട് പോസിറ്റീവ് അഭിപ്രായം നേടി ഞങ്ങൾക്കും ഒരുപാട് നല്ല പോസിറ്റീവ് റിവ്യൂസ് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് രാജ് സർ ആൻഡ് പ്രവീൺ. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഓൾസോ ഇവിടെ ഉണ്ട്. അജിത് സർ, എന്താണ് പറയുന്നത്? താങ്ക് യു. അനിവാര്യമായ യാത്ര അവസരമാണിന്ന്. വെള്ളിത്തിരയിലേക്ക് നമ്മൾ നടന്നിരിക്കുകയാണ് ഈ സിനിമയുടെ യാഥാർത്ഥ്യത്തിലേക്ക്. ഒരുപക്ഷെ ഈ സിനിമയുടെ ഈ കഥയുടെ അതിൻ്റെ പ്രാധാന്യം ഞാൻ ഒന്നുകൂടി വെളിപ്പെടുത്താം. നടന്ന ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണിത്. കേരളത്തിൽ ആ ഒരു സംഭവം എന്താണെന്നും അതിൻ്റെ പര്യവസാനം എന്താണെന്നും ഈ സിനിമ റിലീസ് ആകുമ്പോൾ സ്ക്രീനിലേക്ക് എത്തുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ നന്നായിട്ട് തന്നെ ഈ സംഭവം വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഡയറക്ടർ ജീവൻ കോട്ടായി അദ്ദേഹത്തിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ എല്ലാവരും ഇത് വളരെ നന്നായിട്ട് എത്തിച്ചിട്ടുണ്ട്. എനിക്ക് ഏറെ നന്ദി പറയാനുള്ളത് എൻ്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ KP യോടാണ്. അതുപോലെ തന്നെ
ഇത് നന്നായിട്ട് എക്സിക്യൂട്ടീവ് ഇത് നന്നായിട്ട് എത്തിച്ച മിസ്റ്റർ രാജ് സക്കറിയ അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ സുരേഷിൻ്റെ ബാക്കിയുള്ള എല്ലാവരും, രഞ്ജൻ, പിന്നെ മിസ് ഒക്കെ എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്താണ് ഞാൻ പാട്ട് കേട്ട് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. വളരെ ആ കഥയോടും അതിൻ്റെ അവസരങ്ങളോടും എല്ലാം എത്തിണങ്ങുന്ന ആ വരികളും ആ സംഗീതവും ഒക്കെ മനോഹരമായിട്ട് നല്ലൊരു പാട്ടാണ് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും നന്ദി മാത്രം, കടപ്പാട്. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം അല്ലേ? ഇരുന്നോളൂ. നമുക്ക് എന്തായാലും വിജയ് സാർ വന്ന സ്ഥിതിക്ക് അതിന്റെ മോളിൽ ഞാൻ പാടുണ്ടല്ലോ. പാടി നശിപ്പിച്ചിരിക്കുകയാണ്. ഋതിക നന്നായിട്ട് പാടി, മെയിൻ വോയിസ് പോരായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞ ഉച്ചയ്ക്ക് രഞ്ജൻ മെസ്സേജ് ചെയ്യുന്ന ഒന്ന് പാട്ട് പാടുന്നതാണ്. ഞാൻ പറഞ്ഞ എനിക്ക് നല്ല ചുമയും നല്ലൊരു ജലദോഷമായിട്ടാണ്. ഞാൻ ഓപ്പൺ ചെയ്തില്ല റിപ്ലൈ. പക്ഷെ വോയിസ് കുറച്ച് കുഴപ്പമില്ലാന്ന് തോന്നുന്നത്. ഒരു ഫ്യൂ ലൈൻസ് നിങ്ങൾക്ക് വേണ്ടി പാടാം. എനിക്ക് ജസ്റ്റ് ഇന്നലെയാണ് പാട്ട് കുറേ നാളായിട്ട് കേൾക്കുന്നത്. എന്നാലും നേരത്തെ ഒരു പ്രാവശ്യം ഒന്ന് പാട്ട് കേൾക്കാനൊരു ചാൻസ് തന്നിരുന്നെങ്കിൽ ഭാഗ്യത്തിൽ ഇന്ന് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് അങ്ങനെയാണ് പാട്ട് കേട്ടത് കുറേ നാൾ കഴിഞ്ഞിട്ട്. താങ്ക്സ് ടു ദിസ് ഗായ്. ഇടയ്ക്കിടയ്ക്ക് എന്താണ് നല്ല നല്ല ചില ഹാർട്ട് ലിഫ്റ്റിംഗ് സോങ്സ് എനിക്ക് മാത്രം നമുക്ക് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്നത്. വിജയുടെ പാടുമ്പോൾ എൻ്റെ കമ്പോസിഷൻ എൻഹാൻസ്ഡ് ആവും. എനിക്ക് ഏറ്റവും കൂടുതൽ കമന്റ്സ് കിട്ടാറും അങ്ങനെയാണ്. വിജയുടെ പാടുന്ന സമയത്ത് ഞാൻ എന്താണ് ആസ് എ കമ്പോസർ ആ പാട്ടിൽ ഉദ്ദേശിച്ചത് അത് പുറത്ത് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഫ്രം ജോസഫ് ഇറ്റ്സെൽഫ്. അതങ്ങനെ വിട്ടിട്ട് അത് വീണ്ടും നിങ്ങൾ ഇല്ലാത്തപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം. അപ്പോൾ the most important thing is that നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് നമ്മൾ കയറുമ്പോഴത്തേക്കും ഒരു പാട്ട് പഠിച്ചു നമുക്ക് തരുമ്പോഴത്തേക്കും അപ്പ എപ്പോഴും പറയുന്നൊരു കാര്യം നമ്മളിലേക്ക് അത് നമുക്കൊരു ഗിഫ്റ്റായിട്ട് നമുക്ക് തരികയാണ്. ആക്ച്വലി അത് മ്യൂസിക് ഡയറക്ടേഴ്സ് ആൻഡ് നമ്മളെ വിശ്വസിച്ച് തരികയാണ്. സോ ഇറ്റ്സ് ആർ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് ഇറ്റ് ആൻഡ് എൻഹാൻസ് ഇറ്റ്. ആൻഡ് നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് വിടുമ്പോൾ നമുക്ക് കൂടുതൽ ധൈര്യം ആൻഡ് കോൺഫിഡൻസ് വരും. സോ താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് താങ്ക് യു ഉണ്ണിയേട്ടനല്ല സോറി എന്നെ രണ്ടു ദിവസമാണ് പറഞ്ഞത്. സോ ഐ വാസ് ഫ്രീ ലക്കിലി വരാൻ പറ്റി. ആൻഡ് സോറി ഫോർ ബീങ് ലേറ്റ്. താങ്ക് യു ഫോർ വെയിറ്റിംഗ്. താങ്ക് യു. അപ്പോ ഈ സർപ്രൈസ് ആക്ച്വലി റിവീൽ ചെയ്യുന്നത് ഞാനായിരിക്കില്ല. നമ്മളുടെ ക്രൂ മെമ്പേഴ്സിലെ കുറച്ച് പേർക്ക് വളരെ വേണ്ടപ്പെട്ട കുറച്ച് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ സ്റ്റേജിലേക്ക് വിളിച്ച് അവരായിരിക്കും ഈ സർപ്രൈസ് എന്താണെന്ന് റിവീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ മൃദുൽ നായകനെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. മൃദുൽ ചേട്ടാ പ്ലീസ് കം ഫോർവേഡ്. ഒപ്പം സണ്ണി ചേട്ടാ ഓടിച്ചാടി വരൂ. ഓക്കെ, വേണു ഗോപാൽ കെ, സജിമോൻ പ്രഭാകർ, ധ്രുവൻ പ്ലീസ് കം ഫോർവേഡ്. ആൻഡ് അഭിഷേക് ശ്രീകുമാർ, നിങ്ങൾ എല്ലാവരും സ്റ്റേജിൽ വേണം. പിന്നെ ഇതിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സർപ്രൈസ് എന്താണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അറിയാം. മൃദുൽ ചേട്ടൻ ഫുള്ളി കോൺഫിഡൻ്റ് ആണ്. അപ്പൊ എന്നോട് പറഞ്ഞിരിക്കുന്ന ഈ സർപ്രൈസ് റിവീൽ ചെയ്യേണ്ടത് നിങ്ങളാണെന്നാണ്. അപ്പൊ ഞാൻ മൈക്ക് തരാണ്. നിങ്ങൾ വേണം ഇവരോടൊക്കെ പറയാൻ എന്താണ് സർപ്രൈസ് എന്ന്. പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വിളിയായിരുന്നു. അപ്പോൾ അങ്ങനൊരു ഓഡിയോ ലോഞ്ചിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ നല്ല ഒരു പാട്ട് കേൾക്കാൻ പറ്റി. പ്രത്യേകിച്ച് ഇപ്പോൾ അവസാനം വിജയും പാടിയതൊക്കെ ഫ്രണ്ടിലിരുന്ന് കേൾക്കാൻ പറ്റി. നല്ലൊരു പാട്ട്. അപ്പോൾ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്വന്തം ആളല്ലേ. ഓക്കെ, സോ ഹായ് ഓൾ. ഇവിടെ വരാൻ പറ്റിയതിലും ബോംബെ പോസിറ്റീവിൻ്റെ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നേരത്തെ ആരോ പറഞ്ഞ പോലെ ഈ ടൈറ്റിൽ കാർഡിൽ ഒരുപാട് പരിചയമുള്ള ആൾക്കാരുണ്ട്.
സോ സണ്ണിച്ചൻ പറഞ്ഞ പോലെ ഇവിടെ വരാനും 2 പാട്ട് കേൾക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. സോ ദ സർപ്രൈസ് ഇസ് ദിസ്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കാലം മുതൽ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങൾ ഒരേ ഗുരുവിൻ്റെ കൂടെ വർക്ക് ചെയ്ത് തുടങ്ങിയതാണ് ഞാനും ജോഷി മേനയിൽ നിന്നുള്ള ബന്ധം. സോ അത് കഴിഞ്ഞ് 2020 ഒരു ചെറിയ പ്രൊഡക്ഷൻ ഹൗസ്, ഒരു അഡ്വർടൈസിങ് പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയപ്പോൾ അന്നും ജോഷി കൂടിയുണ്ട്. സോ ജോഷിയുടെ ഫ്രണ്ട്സ് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഞാനും ഒരുപാട് ആഗ്രഹിച്ചൊരു മൊമെന്റ് ആണത് ജോഷിയുടെ ആദ്യത്തെ പടം. സോ വെൽക്കമിങ് ജോഷി മേനയിൽ. ഈ കയ്യടി കൊണ്ട് അറിയാം വാട്ട് ഈസ് ജോഷി മേനയിൽ. പിങ്ക് പാൻറ്റൊക്കെ മേടിച്ച് കുറ്റപ്പനായിട്ട് വന്നിട്ടുണ്ട്. സണ്ണിച്ച പിങ്ക് പാന്തർ എന്ന് പറയാൻ പറ്റില്ല. സോ ജോഷി മേനയിൽ. സോ ജോഷിയുടെ ഫസ്റ്റ് പടം അനൗൺസ് ചെയ്യാനാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഈ ഒരു നിമിഷം ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്ത നിമിഷമാണ്. സോ ജോഷീസ് ഫസ്റ്റ് ഫിലിം, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കണം. സോ കോളിംഗ് മിസ്റ്റർ രാജ് സക്കറിയ. Chennai friends. So we'll start, right? So, 3 board at beginning, start with the procedures. Unni, so this is the team of the Joshi's first film. Joshi, very Joshiയുടെ വലിയ ക്ലോസ് ഫ്രണ്ട് ആണ്. എല്ലാവരും വേണം സ്റ്റേജിൽ. Okay, so ഇതാണ് സർപ്രൈസ്. സോ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അവരുടെ പുതിയ മൂവി ഡയറക്റ്റഡ് ബൈ ജോഷി. സോ പ്രൊഡ്യൂസേഴ്സ് ആർ ഓൾസോ ഹിയർ. അവരെല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്നൊരു പേരാണ് ജോഷി മേനയിലെ മോഷി ചേരയിൽ. സോറി, എന്ത് പറയണമെന്ന് അറിയില്ല. ജോഷി ഇമോഷനല്ലേ? ജോഷിയുടെ 2-3 വർഷമായിട്ട് 2-3 വർഷമല്ല, 1 വർഷം. എൻ്റെ അവൻ്റെ ബർത്ത്ഡേ ഒരു ദിവസമാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അതെ അല്ലേ? അത് വേറെ ആളല്ലേ? കുഴപ്പമില്ല. എൻ്റെ ബർത്ത്ഡേ പക്ഷേ ഇവനാ കേക്ക് എടുത്ത് വരാറുള്ളത്. ജോഷിയുടെ ആദ്യത്തെ സിനിമയുടെ പേര് ഇരുവളെന്നാണ്. അത് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ജോഷി ഇച്ചിരി ഇമോഷണലാണ്. നമുക്ക് ആ ഒരു സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. അതിനകത്ത് സോ പനമ്പള്ളിനകർക്ക് ജോഷിനെ നന്നായി അറിയാം. അപ്പം
സിനിമയിൽ മൊത്തത്തിലൊരു ടോക്ക് ഉണ്ട്. പനമ്പള്ളിനകറിൽ 2 ജോഷി സാറുണ്ട്. ഒന്ന് സാക്ഷാൽ ജോഷിയും ഒന്ന് ജോഷിയും ഇടയിൽ. സോ വിഷിംഗ് ജോഷി ആൻഡ് ഹിസ് ടീം ഓൾ ദ വെരി ബെസ്റ്റ്. പടം പറക്കട്ടെ.